തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരെ റിമാൻഡ് ചെയ്തു. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്ന് പോലീസ്. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കോൾ അജാസിന്റേതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. വിശദമായ പോലീസ് അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോപദ്രവമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ വകുപ്പുകളാണ് ചുമത്തിയത്. ആത്മഹത്യക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് ഫോൺ കോൾ വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയാണ് ജനൽക്കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചത്. ഫോൺ കോൾ അജാസിന്റേതാണെന്ന് പോലീസ് കണ്ടെത്തി. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസികമായ പീഡനമാണ് ആത്മഹത്യക്ക് കാരണം. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ആത്മഹത്യക്ക് 2 ദിവസം മുൻപ് കാർ യാത്രക്കിടെ അജാസ് ഇന്ദുജയെ മർദ്ദിച്ചിരുന്നു എന്നാണ് അഭിജിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഇന്ദുജയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.